സോളാർ കേസിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ മന്ത്രി കെ.പി. ഗണേഷ് കുമാർ ഗൂഢാലോചന നടത്തിയെന്ന മുൻ പേഴ്സണൽ സ്റ്റാഫ് അംഗം സുധീർ മലയിൽ. ഉമ്മൻചാണ്ടിയെ ലൈംഗികാരോപണ കേസിൽ കുടുക്കുമെന്ന് ഗണേഷ് കുമാർ പറഞ്ഞെന്നാണ് സുധീർ മലയിലിന്റെ വെളിപ്പെടുത്തൽ. മന്ത്രിസഭയിൽ തിരിച്ചെടുക്കാത്തതിനുള്ള പ്രതികാരമാണ് ഗണേഷ് കുമാർ തീർത്തതെന്നും സുധീർ റിപ്പോർട്ടറോട് പറഞ്ഞു. സോളാർ ഗൂഢാലോചന കേസിൽ കൊട്ടാരക്കര 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിക്ക് മുൻപാകെയാണ് സുധീർ മൊഴി നൽകിയത്. ലൈംഗിക പീഡന കേസിൽ ഉമ്മൻചാണ്ടിയെ കുടുക്കുമെന്ന് ഗണേഷ് കുമാർ പറഞ്ഞിരുന്നു. സോളാർ കേസ് ഗണേഷ് കുമാറിന്റെ ഗൂഢാലോചനയുടെ ഭാഗമെന്നും സുധീർ റിപ്പോർട്ടറിനോട്. തിരികെ എടുക്കാമെന്ന് പറഞ്ഞ ശ്രീമാൻ ഉമ്മൻചാണ്ടിയോട് അതികഠിനമായ ശത്രുത വെച്ചു പുലർത്തിയ ഇദ്ദേഹം ഉമ്മൻചാണ്ടിയെയും UDF നേതാക്കന്മാരെയും ഞാനൊരു പാഠം പഠിപ്പിക്കും, അദ്ദേഹത്തെ പെണ്ണുകേസിൽ കുടുക്കും എന്ന് വളരെ വ്യക്തമായി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഭാര്യ നൽകിയ ഗാർഹിക പരാതിയെ തുടർന്ന് രാജിവെച്ച ഗണേഷ് കുമാറിനെ പിന്നീട് മന്ത്രിയാക്കാമെന്ന് ഉമ്മൻചാണ്ടി ഉറപ്പു നൽകിയിരുന്നു. ഈ ഉറപ്പ് പാലിക്കാത്ത വൈരാഗ്യമാണ് ഗൂഢാലോചനയ്ക്ക് പിന്നിലെന്നും സുധീർ പറയുന്നു. പരാതിക്കാരിയുമായി ഗണേഷ് കുമാർ അടുത്ത ബന്ധം പുലർത്തിയിരുന്നതായി ബോധ്യപ്പെട്ടെന്നും മന്ത്രിയുടെ ഔദ്യോഗിക വസതികളിലും ഓഫീസുകളിലും അവർ നിത്യസന്ദർശകയായിരുന്നുവെന്നും വ്യക്തമാക്കുന്നു. 2011 മുതൽ 2013 വരെ മന്ത്രി ഗണേഷ് കുമാറിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്നു സുധീർ മലയിൽ. സംസ്ഥാനം മറ്റൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ സോളാർ കേസ് വീണ്ടും സജീവമാവുകയാണ് സുധീറിന്റെ ഈ പരസ്യ പ്രതികരണത്തിലൂടെ. റിപ്പോർട്ടർ, കൊല്ലം.